നമസ്കാരം നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സൗണ്ട് ഇത്തിരി കുറവായിരിക്കും, കാരണം 2 ദിവസമായിട്ട് വ്യൂ ഒന്നും ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയത് കാരണം. അപ്പോൾ ഇന്നും കൂടുതലൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, സൗണ്ട് വളരെ കുറവായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ഇതിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ തന്നെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാനൊരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. 1 ഇയർ ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമുക്ക് ലൈവ് ഉണ്ട്, ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. രാവിലെ 9 തൊട്ട് 12 വരെയാണ്. കൂടുതൽ പറയുന്നില്ല, നമുക്ക് ലൈവിലേക്ക് പോകാം. വീഡിയോ പോസ് ചെയ്യാം. പ്രീ ഓപ്പൺ, നമുക്ക് ലൈവിലേക്ക് പോകാം. പ്രീ ഓപ്പൺ മാർക്കറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ചെറിയൊരു 1.80 വരെയാണ്. എൻ്റെ ഉദ്ദേശം രാവിലെ തന്നെ പിയിലേക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു പിൻബാറാണ്. ഈ പിൻബാർ റിവേഴ്സ് സൈനാണ്. പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ 23,685.65 23,685.05 എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് ഒരു ഫാളിലേക്ക് ചാൻസ് ഉണ്ട്. ഈ ഒരു പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് അപ്പിലേക്ക് പോകത്തില്ല, എന്തായാലും പോകത്തില്ല. ഒരു പിൻബാറാണ്, റിവേഴ്സ് സൈനാണ് വന്നിരിക്കുന്നത്. SMA താഴെയാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ അത് ഡൗണിലേക്ക് വരാനുള്ള ചാൻസ് വളരെ, SMAയിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫ്യൂച്ചർ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും സ്റ്റിൽ RSI അപ്പർ സൈഡ് തന്നെയാണ് 15 മിനിറ്റ്സിൽ നിൽക്കുന്നത്. കാര്യമൊക്കെ ശരിയാണെങ്കിലും ഏത് നിമിഷവും മാർക്കറ്റ് കുറച്ച് താഴത്തേക്കൊന്ന് വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ 15 മിനിറ്റ്സിൽ ഗ്രീൻ ലൈനാണ്, ഇൻഡെക്സിൽ 15 മിനിറ്റ്സിൽ റെഡാണ്. ആ ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സി സെലക്ട് ചെയ്യാം. സിയിൽ 117 187 വലിയ കുഴപ്പമില്ല. 187 സെലക്ട് ചെയ്യാം. പിയിലാണെങ്കിൽ 23,600 സി, പിയിലാണെങ്കിൽ 279 കിടക്കണേ. പിന്നെ സെലക്ട് ചെയ്യാനുള്ളത് 194 127 പി സെലക്ട് ചെയ്യാം. അപ്പോൾ 23,600 23,800 23,600 23,800 2 മിനിറ്റിൽ പി RSI മുകളിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ചെറിയൊരു ലോ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നല്ല ലോവിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഒരു പിൻബാറായിരിക്കും മാർക്കറ്റിൽ വരാനായിട്ട് ചാൻസ് ഉള്ളത്. എന്തായാലും 137 വരെയും പി പോകണം. ഞാൻ കൂടുതലും പിയിലേക്കാണ് ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റൈഡിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു 10-400 പോയിൻറ്റിൻ്റെയൊക്കെ ഒരു മാർക്ക് കാണുന്നുണ്ട് നിലവിൽ. RSI 15 മിനിറ്റ്സിലും ഡൗൺ സൈഡാണ്, 30 മിനിറ്റിലും RSI താഴത്തോട്ട് പോകാൻ തയ്യാറൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെയുള്ളൊരു കാര്യം, 23,689 കൺസോൾട്ടേഷൻ ഫേസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു യെല്ലോ ലൈൻ മുകളിലേക്ക് വരുന്നത്. ഞാൻ പി തന്നെയാണ് രാവിലെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും സിയിലേക്കാണെങ്കിലും 2 മിനിറ്റിൽ
മാർക്കറ്റ് സിയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നുള്ള രീതിയിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ബ്രേക്ക് ചെയ്താൽ 198 ബ്രേക്ക് ചെയ്താൽ 217 മൂവാണ് സിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 198 ബ്രേക്ക് ചെയ്താൽ 217 എന്നുള്ളതിൽ 215 വരെയൊക്കെ കൂട്ടാം ഏകദേശം. പിയിൽ 172 വരെ 19 പോയിന്റിൻ്റെ മൂവാണ് പ്രതീക്ഷിക്കുന്നത്. $165 വരെ ഫസ്റ്റ് മൂവാണ് പിയിൽ പ്രതീക്ഷിക്കുന്നത്. 165 ബ്രേക്ക് ചെയ്താൽ പിന്നെ 172, 180, പിന്നെ നല്ല മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 232 വരെയൊക്കെ വരാം. അതിൽ വളരെ സേഫായിട്ട് ഉള്ളൊരു മൂവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 142 മുതൽ 165 വരെ വളരെ സേഫായിട്ടുള്ളൊരു മൂവ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിൽക്കുന്ന ലെവലിൽ നിന്നൊരു മൂവ് അപ്പ് വന്നാലും അത് റിജക്ഷൻ ആവാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 142 9:13 ആയിട്ടുണ്ട്. എന്തായാലും സമയമാവട്ടെ. സപ്പോർട്ട് എടുക്കാനുള്ളൊരു ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു ലെവലായിരിക്കും. അതായത് ഇവിടെ നിന്നൊരു ഫാള് വന്നാൽ 158 സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് എടുക്കുന്നത് ഈ റെഡ് ലൈനിലോ ഈ വൈറ്റ് ലൈനിലോ ആയിരിക്കും. ഒറ്റ ഓണായിരുന്നു. ഓൾമോസ്റ്റ് ഒത്തിരി ഡിലേ ആയി പോയി എൻട്രി എടുത്തത്. അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ളൊരു മൂവ് വന്നതാണ്. 138 മുതൽ നിലവിലുള്ള ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 151 വരെ ഒരു 10-15 പോയിൻ്റ് ഓൾമോസ്റ്റ് കിട്ടിയതാണ്. ഞാനത് അവിടെ ഹോൾഡിംഗ് എന്നുള്ള രീതിയിൽ ഓൾമോസ്റ്റ് ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ട്രേഡിംഗ് ആണ്. ഒരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമാണെങ്കിൽ ഈസി ആയിട്ടൊരു 10 പോയിൻ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ PE കോൺസെൻട്രേഷൻ ചെയ്താലും ഓൾമോസ്റ്റ് നല്ലൊരു പോയിൻ്റ് ഓൾറെഡി റണ്ണായിട്ട് കിട്ടിയേക്കുന്നതാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ. നമ്മൾ 142 എൻട്രി പ്ലാൻ ചെയ്തത്, അതെടുത്തത്. അതിൻ്റെ ഹൈ പോയിരിക്കുന്നത് ഇതിപ്പോൾ ഡൗണിലേക്ക് പോരുന്നതാണ്. ഓൾമോസ്റ്റ് അല്ലാതെ പ്രോഫിറ്റബിൾ ആണ്. ഇതിൻ്റെ ഹൈ പോയേക്കണത് 150 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ 137 നിന്ന് 340 10 13 പോയിൻ്റ് ഓൾറെഡി രാവിലെ പ്രോഫിറ്റബിൾ ആണ്. പിന്നെ ഇത് ആവറേജിങ്ങിന് വേണ്ടി ഞാൻ ഇവിടെ ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സിയിലായിരിക്കും അടുത്തൊരു മൂവ്മെൻറ്റ് വരുന്നത്. സിയിൽ 180, ഈ ഒരു 183 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഫില്ലിങ് കിടപ്പുണ്ട് 186. 182 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ്, 182 84 ബ്രേക്ക് ചെയ്താലാണ് ഗ്യാപ്പ് ഫില്ലിങ് ഇട്ട് പോകത്തുള്ളൂ. RSI സ്റ്റിൽ അപ്പർ സൈഡ് പിക്ക് നിൽക്കുന്നതുകൊണ്ടാണ്, ന്യൂട്രൽ ഓപ്പൺ ആയതും കൂടെ കൊണ്ടാണ് നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തത്.
ഇത് ക്രോസ് ഓവർ ആവുന്ന ഒരു ഏരിയയിലായിരിക്കും നമുക്കതിൻ്റെ, ഞാൻ ബ്ലൂ ലൈൻ മാറ്റിയേക്കാം, അല്ലെങ്കിൽ അതവിടെ പ്രശ്നമാവും. ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് ഈ ഒരു ഭാഗത്തേക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഈ പോണത്, സി പോണത്. ഏകദേശം ഗ്യാപ്പ് ഫില്ല് ആയെന്ന് എനിക്ക് തോന്നണം. ഈ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. എൺപത്തിനാല് മുതൽ 86 വരെ 2 പോയിൻ്റ് കിട്ടുള്ളൂ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് എക്സ്റ്റൻഷൻ ആയാൽ മാത്രമാണ് 190ലേക്ക് പോകത്തുള്ളൂ. ഏകദേശം ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അത് എക്സ്റ്റൻഷൻ ചെയ്ത് പോയാൽ മുകളിലോട്ട് പോകുമെന്ന് മാത്രമേ ഉള്ളൂ. മൗസിൻ്റെ ബാറ്ററി തീർന്നു തോന്നുന്നു. അത് ആ ഗ്യാപ്പ് ഫില്ലിന് വേണ്ടിയിട്ടാണ് വന്നത് മാർക്കറ്റ്. ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഈ ടൈം ഫ്രെയിമിൽ ഇത് ഡോജി ക്യാൻഡിലായിട്ട് പ്രൂവ് ചെയ്താൽ, നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 150ലേക്കോ 165ലേക്കോ പോകും. ഇതിപ്പോൾ ഡോജി ക്യാൻഡിലാണ്. ഇപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണോ എന്ന് നോക്കാം. അതിപ്പോൾ സപ്പോർട്ട് എടുക്കാനായിട്ടൊരു 135ലേക്കോ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകും. ഞാനിത് RSI ക്രോസ് ഓവർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു വൈറ്റ് ഡോട്ട് സപ്പോർട്ട് സോണാണ്. അത് ബ്രേക്ക് ചെയ്താൽ 165ലേക്കായിരിക്കും സപ്പോർട്ട് എടുക്കാൻ വരുന്നത്. കാരണം ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ആദ്യത്തെ സപ്പോർട്ടാണ് 165 എടുത്തേക്കണേ. അതിൻ്റെ ആദ്യത്തെ റെസ്പെക്റ്റേഷൻ ആയിരുന്നു. അതും ബ്രേക്ക് ചെയ്ത് പോന്ന ഇനി സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 158 ആണ് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ. ഇവിടെ 150 ബ്രേക്ക് ചെയ്താൽ പിന്നെയുള്ള മൂവ്മെൻറ്റ് 155ലേക്കായിരിക്കും. എന്തായാലും RSI അനുകൂലമായിട്ട് നിൽക്കുകയല്ല, അവിടെ കിടക്കട്ടെ. ഇവിടെ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ല. നമ്മൾ ഇൻഡെക്സിൽ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോവാതെ നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അതിൽ ആദ്യത്തെ ഡൗൺ ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് കൺസോൾട്ടേഷൻ സോണിലേക്ക് ഓൾമോസ്റ്റ് ആദ്യത്തെ തവണ ഇടിച്ചിട്ടുണ്ട്. ഇനി കൺസോൾട്ടേഷനാണ്, ഈ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ കൺസോൾട്ടേഷൻ സോണാണ്. ഇതിൻ്റെ ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരാതെ തന്ന മാർക്കറ്റ് 23,593ലേക്കോ ഈ SMA പോരും. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് നമ്മൾ വരച്ചിട്ട ബ്ലൂ ലൈൻ, അവിടെ റെഡ് ലൈൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് അപ്പിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. RSI ക്രോസ് ഓവറാണ്. ഓൾമോസ്റ്റ് 2 തവണ എനിക്ക് തോന്നുന്നത് 10 പോയിൻ്റ് എടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇവിടുത്തെ ഡൗൺ സൈഡിൽ മാർക്കറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ലെവലാണ് ഈ ലെവലിൽ മാർക്കറ്റ് നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ സേഫായിട്ടുള്ള ഒരു എക്സിറ്റ് പോയിൻ്റാണ്. കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടെ നിന്നൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി 165ലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. പക്ഷെ ഇതൊരു സേഫായിട്ടുള്ള സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അത് കുറച്ചും കൂടെ വന്നാൽ ഒരു 155ലേക്കൊക്കെ വരും. 155 വന്നാൽ എക്സിറ്റ് ആവാം എന്നുള്ളതാണ് എൻ്റെ ഒരു, കാരണം ഇന്ന് ഒരുപാട് നേരം വയ്യാത്ത കാരണം ചെറിയ പ്രോഫിറ്റൊക്കെ എടുത്തിട്ട് മാറാം. അത് ആ സമയത്ത് സ്ക്രീൻ മാറ്റി, അല്ലായിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടിപ്പിൽ ഞാൻ എക്സിറ്റ് ആവണമെന്ന് പറഞ്ഞിരുന്നതാണ്. കാരണം ഈ ഒരു 158 എന്നുള്ള ആ ഒരു ലെവലിൽ
അതും നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത 155 മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും 155 ഇറങ്ങുവാണ്. ഈ വയ്യ 154 വരെയൊക്കെ പോവാം. ഇപ്പം ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഞാനത് സെല്ല് ചെയ്തു. ഇത്ര മതി തൽക്കാലത്തേക്കുള്ളത് ആയിട്ടുണ്ട്. പനി പിടിച്ചിരിക്കുമ്പോഴും അത്യാവശ്യം കിട്ടാനുള്ളത് കിട്ടുമ്പോഴത്തേക്കും നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്യാൻഡിൽ ഡൗൺ ആയാൽ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വരും. ഇതിപ്പോൾ ഒരു 155 ടച്ച് ചെയ്തിട്ടില്ല. 155 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 165 മാർക്കറ്റ് മൂവ് ചെയ്യണം. ഇതിപ്പോൾ ഒരു സപ്പോർട്ടിങ് സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്യാൻഡിൽ മൂവ് അപ്പ് ആയാൽ ഒരു 165 ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മുകളിലോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ സ്റ്റിൽ താഴത്തേക്ക് തന്നെ ആയിരിക്കും. കൺസോൾട്ടേഷൻ സോണാണ് മാർക്കറ്റിൽ. ഇത് സപ്പോർട്ടായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിത്തിരി ഡിലേ ഇന്ന് മനസ്സെത്തുന്നിടത്ത് എത്തുന്നില്ല എന്ന് പറയണ പോലെ. പ്രതീക്ഷിച്ചൊരു ഏരിയ ഇത് തന്നെയാണ്, ആ സ്ഥലത്ത് എക്സിറ്റ് ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി 165 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിലൊരു മൂവ് അപ്പ് ഉണ്ടാകത്തുള്ളൂ. വലിയ തരക്കേടില്ലാത്ത മൂവ് എന്തായാലും കിട്ടിയിട്ടുണ്ട് 137 മുതൽ. നമ്മളെടുത്ത 38 38ഉം 10ഉം 48 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡൗൺ ആവുന്നുണ്ട്, പക്ഷെ ഇവിടെ കയറുന്നില്ലല്ലോ. എന്നാ ഇവിടെ ഇത്രയും മെൽറ്റിങ് വന്നിട്ടും ഇവിടെ മാർക്കറ്റ് എന്തേ മൂവ് അപ്പ് ആവാത്തെ? ഓട്ടെ, പിൻബാറാണ്, സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇതൊരു ഹാങ്ങിങ് മാനാണ്. ബ്രേക്ക് ചെയ്യണം, ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ SMAയിലേക്ക് സപ്പോർട്ട് എടുക്കാൻ വരും. നേരെ SMAയിലേക്ക് സപ്പോർട്ട് എടുക്കാൻ വരും 135. ഇതൊരു പിൻബാറാണ്, അതൊരു മൈനസ് ആയിട്ടുള്ള കാര്യമാണ്, അത്ര സുഖമുള്ള കാര്യമല്ല. സീൽ ആവറേജിങ്ങിൽ വർക്കൗട്ടായിട്ടില്ല, വേണ്ട, എടുക്കണ്ട. ഇനി 160 ബ്രേക്ക് ചെയ്ത് പോയാൽ മേളിലോട്ട് പോകും. എനിവേ ടയേർഡായി, ഇപ്പം തന്നെ തലവേദനയൊക്കെ എടുത്തു തുടങ്ങി. വലിയ പ്രോഫിറ്റബിളൊന്നും ആയിട്ടില്ല. ഈ 137 നിന്ന് ഈ 152 ഒരു പോയിന്റും ഇത് എടുത്തില്ല. ചെറിയൊരു ലോസിൽ അത് ഇറങ്ങേണ്ടി വന്നു, കാരണം കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. 155 ബ്രേക്ക് ചെയ്താൽ ഒറ്റയടിക്കായിരിക്കും മാർക്കറ്റ് 165 പോകുന്നത്, അല്ലാതെ ഒരു മൂവില്ല. ഇവിടെ നിന്ന് മൂവ് അപ്പ് ഉണ്ടായാലും 154 വരെയൊക്കെ വരാം. നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ 155 ബ്രേക്ക് ചെയ്താൽ പിന്നെ 165 മാർക്കറ്റ് പോകുന്നത്. അല്ലാതെ മാർക്കറ്റ് മൂവ് ആവത്തില്ല. ഈ സാധനം സപ്പോർട്ട് എടുക്കാൻ SMAയിലേക്ക് വരാം. കാരണം ഇവിടെ വരെ മാർക്കറ്റ്, ഇവിടെ ഈ SMAയിലേക്ക് മാർക്കറ്റ് വരാനായിട്ട് കിടപ്പുണ്ട് 180. അപ്പോൾ ഇത് SMAയിലേക്ക് സപ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ ഇത് 180 റെസിസ്റ്റ് ചെയ്യാനായിട്ട് വരുമെന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. ഇത്തിരി കൂടുതലിട്ട് ഒന്ന് സ്കാൽപ്പ് ചെയ്താൽ ചിലപ്പോൾ റെഡി ആയിരിക്കാം. ബാക്കി വൻ്റെ അടുത്ത് വെച്ച് കാണാം. $165 ഒരു ഹിറ്റിംഗ് പോയിൻ്റാണ്. 165 ബ്രേക്ക് ചെയ്താൽ
സെല്ല് ചെയ്തു. കാരണം RSI അപ്പർ സൈഡിലേക്ക് ആയതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടൊരു ഹിറ്റിംഗ് ഉണ്ടായത്. 165 ഒരു ഹിറ്റിംഗ് ഉണ്ടായത്. ഇനി അത് ബ്രേക്ക് ചെയ്താൽ നല്ല രീതിയിലുള്ള റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് ക്യാനിൽ ഹൈ അപ്പ് ആയില്ലെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ട് പോരും. ഇവിടെ ഒരു പിൻബാർ വീണ്ടും ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ രാവിലെ പറഞ്ഞത് ഈ ഭാഗത്ത് കൺസോൾട്ടേഷൻ സോൺ മേക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അതിനുശേഷമായിരിക്കും ഈ ബോക്സിൻ്റെ അകത്ത് അതിനിടക്ക് നമ്മൾ ഹെഡ്ജ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ആ ഹെഡ്ജ് ചെയ്തത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റിലേക്ക് ആവുന്നുണ്ട്. നല്ല രീതിയിൽ ലോസ് വന്നാണ്. അത് SMA ഇട്ട് മുട്ടണം. അപ്പോൾ നമ്മൾ താഴത്തോട്ട് പോയപ്പോൾ അതും എടുത്തു. മേളിലോട്ട് വന്നപ്പോൾ അതായത് നമ്മൾ C എടുത്തിട്ട് ഹോൾഡ് ചെയ്തു. അത് നല്ല രീതിയിൽ ലോസിൽ പോയി. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ ഇത് പ്രോഫിറ്റബിൾ ആക്കി എടുത്തു. അതായത് പിയും എടുത്തിട്ട് പ്രോഫിറ്റബിൾ ആക്കി എടുത്തു. ദെൻ ഇത് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് വന്നപ്പോഴത്തേക്കും മൂവ് അപ്പ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഓൾ ടൈം SMA വല്ലതും ഏകദേശം ഒരു 138 നിന്നാണ് 165 വരെ 2-3 ട്രേഡായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും വളരെ സേഫായിട്ടൊരു 137 എങ്ങാണ്ടാണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ മൂവ്മെൻറ്റ് നമ്മൾ പാസ്സാക്കിയത്. അടുത്ത ക്യാൻഡിലിൻ്റെ ടിപ്പ് മേ ബി ഒരു 23,732 ഇട്ട് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ റെഡിലേക്ക് മുട്ടാം. കാരണം ഈ ബോക്സിന് പുറത്തേക്ക് പോവാതെ മാർക്കറ്റിൽ ഇനിയൊരു മൂവ്മെൻറ്റ് എന്തായാലും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ തന്നെ സിയിൽ 23,767 അതായത് 23,732 ബ്രേക്ക് ചെയ്താൽ 23,767 മൂവ്മെൻറ്റും നിലവിലുള്ള ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാൽ 23,583 മൂവ്മെൻറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ബോക്സിൻ്റെ അകത്ത് എന്തായാലും കൺസോൾട്ടേഷനാണ്. നമ്മൾ വെറുതെ ധൃതി പിടിച്ച് ഇതിൻ്റെ അകത്തൊരു ഇതിൻ്റെ അകത്തെ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ സ്കാൽപ്പിങ്ങിനെ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ലോങ് ഹോൾഡൊന്നും ഈ ഒരു ബോക്സിനകത്ത് പറ്റില്ല. പക്ക കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ മുകളിലേക്കൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പ്രീവിയസ് അതായത് ഇന്നലെ ക്ലോസ് ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താലാണ് മുകളിലോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ചിലപ്പോൾ ചെറിയൊരു ഹൈ ഉണ്ടായിട്ട് അതേപോലെ തന്നെ താഴത്തോട്ട് വരാം. ഈ ഒരു നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്തപ്പോഴേ പറഞ്ഞതാണ് ഈ ഒരു SMA മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടേ അടുത്ത മൂവ്മെൻ്റൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. അത് ഒന്നാമത്തെ കേസ്. അപ്പോൾ അതുകൊണ്ട് കൺസോൾട്ടേഷനിലേക്ക് പോകാം. ഈ ഒരു ഗ്രീൻ ലൈൻ ഓട്ടോമാറ്റിക്കായിട്ടൊരു വൈറ്റ് ലൈനായിട്ട് മാറാം. അതിന് പുറത്തേക്ക് പോകാതെ നമ്മൾ ട്രേഡ് എടുത്തിട്ട് കാര്യമില്ല. ഇന്നലെ ഇതേപോലെ തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ഇന്നലെ നമ്മൾ ഉണ്ടായില്ല. ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നിട്ടാണ് നല്ലൊരു ബ്രേക്ക് മുകളിലേക്ക് ഉണ്ടായത്. അപ്പോൾ ഇന്നും അതേപോലെ കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നിട്ടായിരിക്കും മാർക്കറ്റിലൊരു മൂവ് അപ്പ് ഉണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്കാൽപ്പിങ്ങേ നടക്കത്തുള്ളൂ. 3 പോയിൻ്റ് 5 പോയിൻ്റൊക്കെ എടുത്ത് സ്കാൽപ്പിങ്ങേ നടക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതിന് പുറത്തേക്ക് പോയാലാണ് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. പി ഇവിടെ വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്.
155 ബ്രേക്ക് ചെയ്താൽ അഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോകാം. 155 ഇവിടെ കൺസോൾട്ടേഷൻ സോണാണ്. RSI സ്റ്റിൽ എന്താ ഒരു ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് ഫാൾ ആയിട്ടുണ്ട്. അപ്പം 155 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ അഗെയിൻ ഒരു 165 വരെ പോകത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് തന്നെ പോരാ. ഇതിപ്പോൾ SMA ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ശരിക്കും ഇതൊരു എൻട്രി പോയിന്റ് ആയിരുന്നു. 142 മുതൽ 159 വരെ 49 വരെ വന്നുള്ളൂ. 7 പോയിന്റ് സ്കാൽപ്പിങ്ങേ നടക്കത്തുള്ളൂ. 155 ഇതൊരു നല്ലൊരു എൻട്രി ആയിരുന്നു. 142 155 വരെയുള്ളൊരു എൻട്രി നല്ലൊരു എൻട്രി ആയിരുന്നു. അത് മിസ്സായിപ്പോയി. എനിക്ക് മിസ്സായി. നൂറ്റി 60 160 ബ്രേക്ക് ചെയ്താൽ 165 ഒരു അഗെയിൻ ചെറിയൊരു ബിക്ക് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഡോജി ക്യാൻഡിൽ SMA താഴെ നിൽക്കുന്നിടത്തുകൊണ്ട് SMA ആയിട്ടുള്ളൊരു ടച്ചിങ്ങിലേക്ക് വേണ്ടി മാർക്കറ്റ് വരണം. ഇതൊരു ഡോജി ക്യാൻഡിലാണ്. അപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു എൻട്രി ആണ് 143 എൻട്രി ആണ് 161 വരെ. 165 ബ്രേക്ക് ചെയ്താൽ പിന്നെ പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 173 വരെയൊക്കെ പോയെന്നിരിക്കാം. എഗെയിൻ 165 വരെ പോയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. 142 മുതൽ 165 വരെ എഗെയിൻ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നെക്സ്റ്റ് പോകുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 232 വരെയൊക്കെ പോകും. ഒറ്റയടിക്ക് പോകുന്നല്ല. ഇവിടെ ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയ ഉണ്ട്. അത് ബ്രേക്ക് ചെയ്തൊക്കെ നല്ല രീതിയിൽ പോകണം. 5 മിനിറ്റിൽ അപ്പർ സൈഡിലേക്കാണ്. മാക്സിമം നമ്മൾ പറഞ്ഞ 170 വരെയൊക്കെ വരാനും ചാൻസ് ഉള്ളൂ. 169 വരെയൊക്കെ വന്നേക്കാം. 170 ബ്രേക്ക് ചെയ്താൽ പിന്നെ നല്ല രീതിയിൽ അപ്പാവേണ്ടി വരും. 170 ബ്രേക്ക് ചെയ്ത് ഹൈ വോളിയം ഉണ്ടെങ്കിൽ പിന്നെ പോണത് 207 അവിടെയും ബ്രേക്ക് ചെയ്താലാണ് പിന്നെ 232 പോകത്തുള്ളൂ. ഓൾമോസ്റ്റ് ഡൺ ആണ്.
അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സോൺ വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് ഈ ഒരു ചാർട്ട് ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഓൾറെഡി സ്കാൽപ്പിങ്ങേ രാവിലെ നടക്കുകയുള്ളൂ. വലിയ മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഇതിന് പുറത്തായിട്ട് ഒരു 75% എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ആവണം. പിന്നെ ഈ റെഡ് വരുന്നതിൻ്റെ റീസൺ തന്നെ ഈ ഒരു SMA താഴത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഈ SMA 23,677 വരണം. അത് അടുത്തൊരു ക്യാൻഡിലാവുമ്പോൾ ഈ ഭാഗത്തേക്ക് വരാം. പിന്നെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് മേളിലോട്ട് വീണ്ടും പോവാം. അപ്പോൾ നമ്മളൊരെണ്ണം ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സോറി, നമ്മൾ 137 നിന്ന് 2 എൻട്രി ആയിട്ട് ഓൾമോസ്റ്റ് 165 ആദ്യത്തെ 165 ഇറങ്ങിയപ്പോൾ നമുക്ക് ഇതും ടാലി ആയിരുന്നു. വലിയ പ്രോഫിറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല, രണ്ടും ടാലി ആയിരുന്നു. പിന്നെ രണ്ടാമത് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് 142 നിന്നുള്ള ഈ ഒരു മൂവ് എടുത്തു. അപ്പോൾ ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. ഇപ്പോഴും അത്ര വലിയ ലോസോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് എന്തായാലും 5 മിനിറ്റിൻ്റെ RSI ആണ്. മാർക്കറ്റ് ഇതിപ്പോൾ 160 പോയാലും ഇത് 5 മിനിറ്റിലും RSI അപ്പാണ്. ഇവിടെ 2 മിനിറ്റിൽ RSI അപ്പ് ഒരു ക്രോസ് ലെവലിൽ വന്ന് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു പിൻബാറാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3298 എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ട്രേഡ്സ് എടുത്ത കാരണം വലിയ വിഷയങ്ങളൊന്നുമില്ല. എന്തായാലും ഇത് 165 ഭാഗത്തേക്ക് എന്തായാലും തിരിച്ചു വരണം. അപ്പം നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റിൽ എക്സിറ്റ് ചെയ്താലും വലിയ വിഷയങ്ങളൊന്നും വരില്ല. നമുക്കതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു ബ്രേക്കൗട്ട് വരുന്നുണ്ട്. ഈ ബ്രേക്കൗട്ടിൽ നല്ല രീതിയിലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 170 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഒരെണ്ണം, ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് എടുത്തൊരെണ്ണം ഉണ്ടായിരുന്നു, അത് നമ്മൾ ക്വിറ്റ് ചെയ്തായിരുന്നു. അതിനുശേഷം ഇതങ്ങ് ഹോൾഡ് ചെയ്യുകയാണ്. ഇത് നമ്മൾ നല്ല രീതിയിൽ ലോസിൽ പോയ ഒരു സ്ട്രൈക്കായിരുന്നു. ആ സ്ട്രൈക്ക് തിരിച്ച് നമ്മൾ 5 മിനിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും മാർക്കറ്റ് 164 165 വരെയൊക്കെ വരണം. അത് വരാതെ മാർക്കറ്റ് വേറെ അങ്ങോട്ടും പോവില്ല എന്ന് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ മുട്ടി നിൽക്കുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ 165 മുട്ടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യാം. അത് ഹോൾഡ് ചെയ്താൽ മെജോറിറ്റി എങ്ങോട്ട് പോകുമെന്നറിയില്ല. പക്ഷെ നമുക്കിന്ന് വൈകുന്നേരം വരെ ഇരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് 165 ടച്ച് ചെയ്യുമ്പോൾ അത് എക്സിറ്റ് ചെയ്യും. ഓൾമോസ്റ്റ് കോസ്റ്റ് ടു കോസ്റ്റ് വന്നതാണ്. അത് നമ്മൾ ആ 163 ടച്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇത്രയും വരെ വന്ന സ്ഥിതിക്ക് ഓക്കെ. രണ്ട് ലോട്ട് അവിടെ, അടുത്ത 2 ലോട്ട് ഇവിടെ, അടുത്ത 2 ലോട്ട് ഇവിടെ, അടുത്ത 1 ലോട്ട് ഇവിടെ. ഇപ്പം നമ്മുടെ ലോസ് തിരിച്ച് എന്തായി പ്രോഫിറ്റിലേക്ക് റിക്കവറായി വന്നിട്ടുണ്ട്. നമ്മൾ വെറുതെ പാനിക്കായിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് ലോസാക്കിയിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ 1 ലോട്ടേ പോയിട്ടുള്ളൂ, ബാക്കി 5 ലോട്ട് ഇപ്പോൾ ലൈവിൽ റണ്ണിങ്ങിലാണ്.
നമ്മൾ പല സ്ഥലത്തേക്കാണ് നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചത്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊരു ബ്രേക്കൗട്ട് ആവുമെന്ന് പറഞ്ഞിട്ടൊരു പി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പി നമ്മൾ ക്വിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് 5 മിനിറ്റിൻ്റെ RSIയുടെ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമുക്കിങ്ങനെ ഓടിച്ചു വെക്കാം. അത് 3, 4, 5 സ്റ്റോപ്പ് ലോസ് ആണ് 5 സ്ഥലത്തും 6 സ്ഥലത്തൊക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ട്രെയിൽ ചെയ്ത് നമുക്ക് വെക്കാം. ഇതിൻ്റെ ലോവിലേക്ക് ഇത് ഇവിടെ ഉള്ളത് നേരെ നമുക്ക് മാക്സിമം മതി എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഇങ്ങനെ കയറ്റി വെക്കാം. ഇപ്പം 4 ലോട്ടാണ്. ഈ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, അവിടെയാണ് മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഏത് നിമിഷവും ബ്രേക്കായി അപ്പിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ വൈറ്റിൻ്റെ അവിടെ കൊണ്ട് കയറ്റി വെക്കാം. $2350. ഓക്കെ, നമുക്ക് ട്രേഡ് വൈൻഡപ്പ് ചെയ്തു. ഇതിൻ്റെ ഒരു ടിപ്പ് ബേസ് ചെയ്തിട്ട് ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. നമ്മളത് കയറ്റി വെച്ചത് പല സ്ഥലത്തായി പോയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്കൊരു 198 വരെയൊക്കെ ഈസി ആയിട്ടൊക്കെ പിടിക്കായിരുന്നു. ഒരു 18 പോയിൻ്റ് കൂടെയൊക്കെ ഈസി ആയിട്ട് പിടിക്കായിരുന്നു. അപ്പോൾ നമ്മൾ പിയിലെടുത്ത് പ്രോഫിറ്റ് ആക്കി സിയിൽ വരുന്ന ലോസ് നമ്മൾ കയറ്റി ട്രെയിൽ ചെയ്ത് മാക്സിമം പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോയി അവസാനം നമ്മളത് എക്സിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പിയിലുള്ളത് ചെറിയ ലോസ് അത് നമ്മൾ എക്സിറ്റ് ചെയ്തായിരുന്നു. എന്നിട്ടാണ് സിയിൽ ഹോൾഡ് ചെയ്ത്. അപ്പോൾ എവിടം വരെ എത്തി? മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ മാക്സിമം പറഞ്ഞിരിക്കുന്നത് 23767 ആണ് നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് എന്നൊക്കെ പറയും പലരും. നെക്സ്റ്റ് ക്യാൻഡിൽ ഒന്ന് അപ്പായിട്ട് അതേപോലെ തന്നെ താഴത്തോട്ടൊക്കെ പോരാം. കൂടുതൽ പറയാൻ മേലെ, പനിയാണ്. അതുകൊണ്ട് ആ സി എടുത്തത് ലോസ് ആയത് ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് ആക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ പിയിൽ നമ്മൾ ഇവിടെയാണ് എൻട്രി എടുത്തത്. നമ്മളത് ഇതിൻ്റെ താഴെ, അതായത് ഒരു 150, നമ്മൾ എൻട്രി എടുത്ത 159, ഒരു 10 പോയിൻ്റാണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചേച്ചത്. ഈ 152 താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചേച്ചത്. ഇനിയിപ്പോൾ ഇത് വീണ്ടും ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിയിൽ 159, പിയിൽ 2 മിനിറ്റിൽ വീണ്ടും ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ പോലെയൊക്കെ ഫോം ആവുന്നുണ്ട്. ഒരു പക്ക സപ്പോർട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇത് ഇവിടെ നിന്ന് റിവേഴ്സായ 140ലേക്ക് വീണ്ടും വരും. സപ്പോർട്ടിന് ബ്രേക്ക് ചെയ്ത് ഇവിടെ എടുത്തു. നമ്മുടെ എൻട്രി ഈ ഭാഗത്തായിരുന്നു. ഈ വൈറ്റ് ലൈൻ്റെ താഴെ, അതായത് ഇവിടെ ഈ ആരോ വന്നിരിക്കുന്ന സ്ഥലത്താണ് സ്റ്റോപ്പ് ലോസ് ഇട്ടത്. എന്നിട്ടാണ് ഇത് ഹോൾഡ് ചെയ്ത്. ഇപ്പോൾ ആ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് നമുക്ക് തിരിച്ചു പിടിക്കാനാണ് ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് 128, 138, 140 വരെ. അതായത് ഇവിടെ ഒരു 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ടല്ലോ. ആ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ ഇതിൽ നിന്ന് തിരിച്ചു പിടിക്കും. ഇതിപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം. നമ്മുടെ എൻട്രി 128 ആണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയണത് ഓൾമോസ്റ്റ് 140 വരെയൊക്കെ ആവാം. 10 പോയിൻ്റ് കിട്ടുമ്പോൾ ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഈ 165 ബ്രേക്ക് ചെയ്ത് വന്നാൽ എഗെയിൻ ഈ ഭാഗത്തേക്ക് പോരും. ഓൾമോസ്റ്റ് ഇവിടം വരെയൊക്കെ ഉള്ളൂ. കാരണം ഈ ഒരു ക്യാൻഡലിൻ്റെ വിക്കിലാണ് ഇപ്പോൾ ഇടിച്ച് നിൽക്കുന്നത്. മാക്സിമം പോയാലും ഒരു 140 വരെയൊക്കെ പോകത്തുള്ളൂ. അപ്പം അതിൻ്റെ പകുതിയെങ്കിൽ പകുതി ഇതിൽ നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ അത്ര നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്.
136 136 136 പോട്ടെ, ഒരൊറ്റടി 140 ഇടിച്ചാൽ മതി. 137 ഓക്കെ. അതിൻ്റെ ഹയർ വിക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് ഈ റെഡ് ക്യാൻഡിലൊന്നും പറഞ്ഞ പോലെ റെഡ് ക്യാൻഡിലല്ല, കുറച്ചും കൂടെ ഹൈ പോകേണ്ടതായിട്ടുണ്ട്. നൂറ്റി 137 വരെ. പക്ഷെ അത് അവിടെ മുട്ടിയാൽ പോരാ, ശരിക്കും 140 മുട്ടണമെന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. നൂറ്റി 140, 141, 138, 139, 139.50 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ 9 പോയിൻ്റ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ക്യാൻഡലിൻ്റെ വിക്ക് വരെ 140 എന്ന് പറയുമ്പോൾ 139.50. അതായത് ഞാൻ എപ്പോഴും പല വീഡിയോയിലും പറയാറുള്ള പോലെ ആ ഒരു വിക്കിൻ്റെ പോയിൻ്റ് വരെയൊക്കെ ചെന്ന് ഇടിച്ചിട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ 10 പോയിൻ്റ് പോയെങ്കിൽ എന്താ, ഇവിടെ ആ 10 പോയിൻ്റ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്. എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഇന്ന് ക്വിക്കായിട്ടുള്ളൊരു ട്രേഡ് എക്സിക്യൂഷൻ നടന്നില്ല, കാരണം തീരെ വയ്യാത്തതുകൊണ്ട് ഈ മനസ്സങ്ങ് എത്തുന്നില്ല. അല്ലെങ്കിൽ ഈസി ആയിട്ട് കുറേ പ്രോഫിറ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കാമായിരുന്നു. എനിവേ 140 എത്തുമെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അതും കൂടെ നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. 45 മിനിറ്റിൽ 140, 141. കാരണം ഇവിടെ ഈ വൈറ്റ് ഡോട്ടിലേക്ക് ടിപ്പ് ഇടിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലേണ്ടതാണ് ശരിക്കും. ചുമയാണ്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.